പാറ്റ സമരത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം പുറത്തു വന്നല്ലോ. എന്താണ് അവർക്ക് ആവശ്യം? അവർക്ക് ചർച്ചയ്ക്ക് ആവശ്യമില്ല. ഒരു ആവശ്യമില്ല, അവർക്ക് ചർച്ചയെ വേണ്ട എന്നുള്ളതാണ്. അതാണ് കൂറത്തരം പുറത്താവുക എന്ന് പറയുന്നത്. കൂറകൾ ഉണ്ടല്ലോ, അതാണ് അവർ. പാറ്റ എന്ന് പറഞ്ഞാൽ കൂറയാണല്ലോ. കൂറകളുടെ യഥാർത്ഥ സ്വഭാവം പുറത്താകുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ പത്രങ്ങളിലടക്കം പ്രധാനമായിട്ട് ഈ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ്. എന്തുകൊണ്ട് ഇവർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല? ഇനി ചർച്ചയെ വേണ്ട എന്നാണ് പറയുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം എന്നുള്ളതാണ്. അങ്ങനെ ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഇതിനൊരു കാരണം വേണമല്ലോ. എന്താണ് കാരണം? പ്രശ്നപരിഹാരം ഉണ്ടാവണം. എന്താണ് പ്രശ്നം? പ്രശ്നം നീറ്റിൻ്റെ പേപ്പർ ലീക്കാണ്. ആണല്ലോ, നീറ്റിൻ്റെ പേപ്പർ ലീക്കാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നം തന്നെയാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ ഉണ്ടായത്. ആ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നു 152 തവണ പേപ്പർ ലീക്കായത്. എവിടെയാണ് 152 തവണ പേപ്പർ ലീക്കായത്? കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് 3 തവണയല്ലേ പേപ്പർ ലീക്കായത്? പേപ്പർ ലീക്കായിട്ടുണ്ട്, അതിന് ഗുരുതരമായ പ്രശ്നങ്ങളുമുണ്ട്. നീറ്റിനെ സംബന്ധിച്ച് ഗൗരവതരമായ ചർച്ചകൾ നടക്കുകയും അതിൽ അർദ്ധസൈനിക വിഭാഗങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യവും സുതാര്യവും വ്യക്തവുമായിട്ടുള്ള രീതിയിൽ പ്രശ്നപരിഹാരം നടത്തി കഴിഞ്ഞു. പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നത്തിന് പേരിൽ എന്ത് ചർച്ചയാണ് നടത്തേണ്ടി വരിക? ചർച്ച നടത്തിയാൽ ഇവരുടെ പണി പാളിപ്പോകും എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. പാറ്റകളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഈ പറയുന്ന പാറ്റകളെന്നോ ഇല്ലെങ്കിൽ CJP എന്നുള്ള വാക്കുകൾ പോലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കലാപകാരികൾ, അത് മാത്രമാണ് ശരിയെന്നുള്ളതാണ്. ഈ കലാപകാരികളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ ബൈറ്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്താണ് ലക്ഷ്യം, എന്താണ് കാരണമെന്നുള്ളത്. ജീപ്പ് കത്തിക്കാൻ നോക്കുന്നു, ഏതോ ഒരു സ്വകാര്യ വാഹനമാണല്ലേ, ഒരു കറുത്ത ജീപ്പ് കത്തിക്കാൻ നോക്കുന്നുണ്ട്, പോലീസ് വാഹനങ്ങൾ മുഴുവൻ തകർക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ട്, മനോരമയ്ക്ക് കൊടുത്ത ഒരു ബൈറ്റിൽ ഒരു യുവാവ് പറയുന്നുണ്ട്, BJPയെ ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ 6-ാമത്തെയോ 7-ാമത്തെയോ ദാബത്തുൽ. മനോരമയുടെ മൈക്കാണ്, കൃത്യമായിട്ട് കാണാൻ. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഇത് ഖുറാനിൽ പറയുന്നുണ്ട് 6, 7 അധ്യായത്തിലോ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അതായത് അവസാന യുദ്ധത്തിന് സമയമായിരിക്കുന്നു. അവസാന യുദ്ധമാണിത്. ആ അവസാന യുദ്ധത്തിന് സമയമായിരിക്കുന്നു. ഖുറാനിൽ പറയുന്ന കാര്യമാണിത്. ഖുറാനിലൊരു അവസാന യുദ്ധത്തെ പറ്റി പറയുന്നുണ്ട്. അത് ലോകാവസാനത്തിന് തൊട്ട് മുമ്പുള്ള ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിലാണ് ഈ പറയുന്ന അന്ത്യ നബി അവസാനം അവതരിച്ചുകൊണ്ട് മുഴുവൻ ആൾക്കാരെയൊക്കെ കൊന്ന് ശത്രുക്കളെ കൊണ്ട് ഇസ്ലാമിക ലോകം സാധ്യമാക്കുന്നു എന്ന് പറയുന്നത്. അവിടെ ആ ഒരു പ്രസ്താവനയാണ് ആ യുവാവ് നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഞാനൊരു ഹാർഡ് കോർ റിലീജിയസ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന്. അപ്പോൾ ഇതിന് പിന്നിലുള്ള ജിഹാദി ഇൻട്രസ്റ്റ് എന്താണെന്ന് വ്യക്തമാണല്ലോ. ഇതിനകത്ത് പ്രതികരിച്ചിരിക്കുന്ന സെലിബ്രിറ്റികളുടെ മുഴുവൻ ലിസ്റ്റ് എടുത്ത് നോക്കൂ. അവരുടെ എല്ലാ താല്പര്യം രാഷ്ട്രീയമാണ്, കൃത്യവും വ്യക്തമായിട്ട് രാഷ്ട്രീയമാണ്. ജോജു ജോർജ് പറഞ്ഞിരിക്കുന്നു അടിയന്തരാവസ്ഥയാണെന്ന്. എന്ത് അടിയന്തരാവസ്ഥ? ഇതിലും ഗതികെട്ട അവസ്ഥ കേരളത്തിലുണ്ടായില്ലേ? അപ്പോഴൊന്നും ഇവർക്കൊന്നും തോന്നിയില്ലേ? ഇവിടെ യുവാക്കൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തില്ലേ? ആശാ വർക്കർമാർ ഗതികെട്ട് എത്ര കാലം കടന്നു. പുതിയ സർക്കാർ വരേണ്ടി വന്നു അല്ലേ അവരുടെ സമരം അവസാനിക്കാൻ വേണ്ടിയിട്ട്. എത്ര കാലം അവർ സമരം കിടന്നു. നിസ്സാരമായൊരു തുകയ്ക്ക്, ജീവിക്കാനുള്ള ഒരു തുകയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്തത്. എന്നിട്ട് കൊടുത്തില്ലല്ലോ. പിന്നെയോ എത്ര സമരങ്ങൾ ഇവിടെ നടന്നു. PSC ലിസ്റ്റിൻ്റെ പേരിൽ കുട്ടികൾ അവിടെ മുട്ടിലഴിഞ്ഞ സമരം നടത്തി അല്ലേ? മുട്ടിലെ മണ്ണ് നിന്ന് സമരം നടത്തി, മൊട്ടയടിച്ചു, തലയിലൂടെ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ നിന്നു. ഇങ്ങനെ 100 കണക്കിന് സമരം തിരുവനന്തപുരത്ത്, കേരളത്തിൽ നടന്നില്ലേ? അപ്പോഴെങ്ങനെ ഒരു അനങ്ങിയോ? ഏതെങ്കിലും ഒരു വാക്ക് മിണ്ടിയോ? ഒരു വാക്കും മിണ്ടാത്ത, എന്തിനേറെ പഹൽഗാമിൽ മിണ്ടാത്ത ആൾക്കാരാണ്. പഹൽഗാമിൽ തീവ്രവാദിക്കെതിരെ സംസാരിക്കാൻ ഒരു ഉളുപ്പ് വേണ്ടേ ഇതിനൊക്കെ? ഇവർക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. എന്തുകൊണ്ടാണ് തീവ്രവാദികൾക്കെതിരായിട്ട് ഇവർക്ക് സംസാരിക്കാൻ കഴിയാത്തത്? അവിടെയൊക്കെ ഇവരുടെ വാ അടഞ്ഞു പോകുന്നുണ്ട്. മതമാണ് കാര്യം, അതിൻ്റെ എല്ലാം അടിസ്ഥാനം മതമാണ്, മത താല്പര്യമാണ്, ജിഹാദി താല്പര്യമാണ്. ആ ജിഹാദി താല്പര്യം പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവരുടെ എല്ലാം ഈ സെലിബ്രിറ്റികളുടെ മുഴുവൻ വായിലിരിക്കുന്നത് ജിഹാദിനെ ഭയന്നിട്ടുള്ള ഒരു വികാരം മാത്രമാണ്. അതുകൊണ്ടാണ് ഇവർ എന്തുകൊണ്ട് രാജ്യത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ പോലും വാ തുറക്കാത്തത്? എന്തുകൊണ്ടാണ് ഇവർ ഈ ഭീകര പ്രവർത്തനം ശരിയല്ല, വിഘടനവാദ പ്രവർത്തനം ശരിയല്ല. ആയിരക്കണക്കിന് ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ കുടിയേറിയിട്ട് നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ മുഴുവൻ അരാജകത്വവും അക്രമവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കലാപം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ മിണ്ടിയോ? ഒരു വക മിണ്ടുന്നില്ലല്ലോ. എത്ര സൈനികർ കൊല്ലപ്പെട്ടു, എത്ര ഭീകരരെ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ഇതിനൊന്നും ഇവർ മിണ്ടാറില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇവരുടെയൊക്കെ വാടഞ്ഞു പോകുന്നത്? ഇവിടെ മലയാളിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു മാസമാകും അല്ലേ, 2-3 ആഴ്ച മുമ്പ് മരിച്ചിട്ട് വിദേശത്ത് മതം പറഞ്ഞ് കൊന്നിട്ട് ഇവരുടെയൊക്കെ നാക്കനങ്ങിയോ? ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് അടി തൊട്ട് മുടി വരെ അടിച്ചടിച്ച് കൊന്നിട്ട് ഇവരുടെ നാക്കനങ്ങിയോ? എന്തുകൊണ്ടാണ് അനങ്ങാത്തത്? അത് അനങ്ങില്ലല്ലോ.
കാരണം എന്താ? അതൊക്കെ മതപ്പേടിയാണ്. എണ്ണി പറഞ്ഞു തരാം ഓരോ കാരണവും. ഇവർക്ക് മതമാണ് പ്രശ്നം. ആ മതം ഉള്ളത് കൊണ്ട്, മത താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഇവരുടെ പ്രശ്നം. പൊന്നാനി 5-6 പിള്ളേർ പോയിട്ട് ഡൽഹിയിൽ നിന്നിട്ട് സംസാരിക്കുന്നുണ്ട് മീഡിയയോട്. ഈ കൊല്ലം BJPക്ക് നമ്മുടെ നാട്ടിൽ 3 സീറ്റ് കിട്ടി. കൂടുന്നതോറും നമ്മളെ നാട്ടിലത്തെ അവസ്ഥ തന്നെ ആവും. മീഡിയയോട് അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ പൊന്നാനിയിൽ നിന്നാണ് വന്നത്, ഞങ്ങൾ ഈ സമരത്തിൻ്റെ ഭാഗമാണ്. അതിൽ ബഹുഭൂരിപക്ഷത്തിനും സംസാരിക്കാറില്ല. അവസാനം സംസാരിച്ചവൻ പറയുന്നുണ്ട് BJPയുടെ 3 സീറ്റാണ് കേരളത്തിൽ വന്നത്. കേരളത്തിൽ 3 സീറ്റ് കഴിഞ്ഞവണ്ണം ജയിച്ചില്ലേ, ഇനി BJP കൂടുതൽ വന്ന ഇതാവും കേരളത്തിലെ അവസ്ഥയെന്ന്. ഇവർ കലാപം നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം ആരാണ്? BJP ആണ്, നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നതാണ് ഇവരുടെ പ്രശ്നം. നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നതും ഈ പറയുന്ന BJP കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നതും ഇവരുടെ പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സമരം നടത്തുന്നത്, കലാപം നടത്തുന്നത്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ സർക്കാരിനെ താഴെ ഇറക്കുക. എന്ത് വില കൊടുത്ത്, എന്ത് ആക്രമണം നടത്തിയിട്ടും ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും കേവലമായിട്ടുള്ള ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നുള്ളത്. ചർച്ച നടത്തി പരിഹരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടോ? ചർച്ച നടത്തണമെങ്കിൽ പ്രശ്നം ഉണ്ടാവണം. പ്രശ്നമില്ല. പ്രശ്നം ഉണ്ടായിരുന്ന പരിഹരിച്ചു കഴിഞ്ഞു. നീറ്റ് പരീക്ഷ ലീക്കായിരുന്നല്ലോ പ്രശ്നം. നീറ്റ് പരീക്ഷ ലീക്ക്, അത് കഴിഞ്ഞിട്ട് പരീക്ഷ ക്രമമായിട്ട് കൃത്യമായിട്ട് നടത്തി. അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ല, റിസൾട്ടും വന്നു, ആൾക്കാർ ജയിച്ചു. ജയിച്ച കുട്ടി ടോപ്പർ പറയുന്നുണ്ട്, നിങ്ങൾ ഈ സമരത്തിന് പോകാതെ പോയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന്. ടോപ്പറായിട്ടുള്ള കുട്ടി ഇന്നലെ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ അതൊന്നുമല്ല പ്രശ്നം. സമരം നടത്തുക എന്നുള്ളത് മാത്രമാണ്, കലാപം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരാവശ്യവുമില്ല. സമരം ആവശ്യമുണ്ട്. സമരം ആവശ്യമുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് സമരം ആവശ്യമുണ്ട്. അങ്ങനെ സമരം നടത്തിയിട്ടുമുണ്ട്. അത് 2013, 2012 നടത്തിയിരുന്ന സമരങ്ങളുണ്ടല്ലോ, ആ അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ. അന്ന് എത്ര അഴിമതിയാണ് ഇവിടെ നടന്നത്. എത്ര അഴിമതികൾ നടന്നു. നിർഭയ കേസിൻ്റെ പ്രശ്നത്തിൽ വലിയ പ്രക്ഷോഭമുണ്ട്. യുവാക്കൾക്ക് പ്രക്ഷോഭത്തിന് ഇറങ്ങി. ഡൽഹി ഭയങ്കര പ്രശ്നത്തിലായി ആണല്ലോ. അതാവശ്യമായിട്ടുള്ള പ്രശ്നമാണ്. അത്തരം കാര്യങ്ങളൊന്നുമല്ല ഇവർ ഉന്നയിക്കുന്നത്. RG മെഡിക്കൽ കോളേജിൽ മമതാ ബാനർജി ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടില്ലേ? അപ്പോൾ അവിടെ സമരം ഉണ്ടായല്ലോ. ആവശ്യമുള്ള സമരമാണല്ലോ. ഇവിടെ എന്താണ്? ഇവിടെ ബലാത്സംഗം ഉണ്ടായാൽ ഒരു ക്രിമിനൽ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്രിമിനൽ കൃത്യം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ തലയിൽ ഉണ്ട കയറും. അപ്പോൾ അതുകൊണ്ട് അവന് പേടിയുള്ളതുകൊണ്ട് ഇപ്പോൾ ബലാത്സംഗങ്ങൾ നടക്കുന്നില്ല. അവൻ്റെ തലയിൽ ഉണ്ട കയറുമെന്ന് മാത്രമല്ല, അവൻ്റെ വീടിടിച്ച് നിരത്തും, ബുൾഡോസർ അവിടെ എത്തും. അതുകൊണ്ട് ബലാത്സംഗം ചെയ്യാൻ, പെൺകുട്ടികളെ കയറി പിടിക്കാൻ, അക്രമം കാണിക്കാനൊക്കെ ഇവർക്ക് ഭയമായിരിക്കുന്നു. അവിടെ പോലീസ് കൃത്യമായിട്ട് ഇടപെടും. കേന്ദ്രത്തിൽ ഭരിക്കുന്നത്, UPയിൽ ഭരിക്കുന്നത്, പശ്ചിമ ബംഗാളിൽ ഭരിക്കുന്നതൊക്കെ BJP ആയതുകൊണ്ട്, ആ തൻ്റെ ഇടമുള്ളതുകൊണ്ട്, അവരുടെ കയ്യിൽ പോലീസ് ഉള്ളതുകൊണ്ട്, ആ പോലീസിൻ്റെ കയ്യിൽ തോക്കുള്ളതുകൊണ്ട്, ആ ഉണ്ട നെഞ്ചിൽ കയറുമെന്ന ബോധ്യമുള്ളതുകൊണ്ട് ഇവിടെ ബലാത്സംഗം ചെയ്യാൻ ഭയക്കുന്നുണ്ട്. വീട്ടിൽ JCB വന്ന് നിൽക്കും. അതിൻ്റെ പൊയ്ക്കാല് കുത്തിയിട്ട് ആ വീടിൻ്റെ നെറുകയിൽ ആ പൊക്ലീനർ വന്നങ്ങ് അടിക്കും. അത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇല്ലെങ്കിൽ ക്രെയിൻ വരുമെന്നറിയാം. അത് വന്ന് വീടിടിച്ച് നിരത്തുമെന്നറിയാം. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവന്മാരൊക്കെ അടങ്ങിയിരിക്കുന്നത്. അത് അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ ഇല്ല. ബലാത്സംഗ കേസോ പ്രശ്നങ്ങളോ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ നടക്കാതിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്ക് വേറെ ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇല്ലാത്ത ഒരു പ്രശ്നത്തിനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. പ്രശ്നമുണ്ടെങ്കിലേ അതിന് പരിഹാരം കാണുകയുള്ളൂ. ഇല്ലാത്ത പ്രശ്നത്തിന് എന്ത് ചർച്ച, എന്ത് പരിഹാരം? ആവശ്യമുള്ള ഒരു പ്രശ്നം ഇവർ ഉന്നയിക്കുക, അത് ഉന്നയിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. രാജ്യത്ത് കൃത്യമായിട്ട് റേഷൻ നൽകുന്നു, 80 കോടി ജനങ്ങൾക്ക് അന്നം നൽകുന്നു, കൃത്യമായി ഗ്യാസ് കൊടുക്കുന്നുണ്ട്, കൃത്യമായി വെള്ളം കൊടുക്കുന്നുണ്ട്, കൃത്യമായ വിദ്യാഭ്യാസം സൗജന്യമായി കൊടുക്കുന്നുണ്ട്. PM ശ്രീ ഉണ്ട്. ഹൈടെക് വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത്. ഏറ്റവും ഗംഭീരമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നു. സർക്കാർ സ്കൂളുകളിലെല്ലാം ഭക്ഷണം ഒരുക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതികൾ. ഇനി വൃത്തിയില്ല എന്ന് പറയാൻ പറ്റുമോ? സ്വച്ഛ് ഭാരത്. ഇനി ട്രെയിനിൻ്റെ പ്രശ്നമാണെന്ന് പറയാൻ പറ്റുമോ? വന്ദേ ഭാരത്, ഹൈഡ്രജൻ ട്രെയിന്, പുതിയ ട്രെയിനുകൾ, സംവിധാനങ്ങൾ. എന്നാൽ സൈന്യത്തിനകത്ത് മുമ്പ് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നേരെ കൃത്യമായ അളവിലുള്ള യൂണിഫോം പോലും ഇല്ലായിരുന്നു. ആ യൂണിഫോം പോലും കൊടുക്കാനായിട്ട് കഴിവില്ലാത്ത, നേരെ ചൊവ്വേ കൊടുക്കാൻ കഴിവില്ലാത്ത സർക്കാരുകളാണ് മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. പട്ടാളക്കാർക്ക് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. കൃത്യമായിട്ട് അടിച്ച് ബുള്ളറ്റ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് പെർമിഷന് കാത്തിരിക്കേണ്ട, ഫയർ ചെയ്യാം. അപ്പോൾ രാജ്യം എല്ലാ തരത്തിലും പുരോഗമിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ, ഈ പ്രതിരോധ മേഖലയിലെല്ലാം, ന്യൂനപക്ഷത്തിൻ്റെ സന്തോഷത്തിന്, ഹാപ്പിനെസ്സിന്, അതിലും ഇവിടെ മുന്നിലല്ലേ. ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് സമാധാനമുണ്ടോ ഇന്ന്? ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്ത്, ക്രൈസ്തവ രാജ്യത്തുണ്ടോ ചോദിക്കട്ടെ? യൂറോപ്പ് ആകെ ഈ പറയുന്ന ഉക്രൈൻ യുദ്ധത്തിനകത്ത് പെട്ടുകിടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ മൊത്തം അരക്ഷിതാവസ്ഥയും അവിടെ പ്രശ്നങ്ങളും കാലാവസ്ഥാ പ്രശ്നങ്ങളും ഒക്കെയാണ്.
ഇനി പടിഞ്ഞാറൻ ഏഷ്യൻ രാജ്യങ്ങളിലോ അവിടെ ഇറാൻ്റെ പ്രശ്നമാണ്. ബോംബ് വീഴാത്ത ഒരു ദിവസം പോലും ഇല്ല. UAE-യിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന മലയാളി 2 ദിവസം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ബിസിനസ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി മറ്റേത് രാജ്യങ്ങളിലാണ്? ആഫ്രിക്കൻ രാജ്യങ്ങളിലടക്കം അരക്ഷിതാവസ്ഥയാണ്. വെനിസ്വേല അടക്കമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും പ്രശ്നമാണ് നടക്കുന്നത്. ക്യൂബയിൽ ആഹാരത്തിന് വേണ്ടിയിട്ട് പ്രത്യേക സ്റ്റോളുകൾ സർക്കാർ തുറന്നിട്ടുണ്ട്. അവിടെ ഭക്ഷണമില്ല, തൊഴിലില്ല, നേരെയുള്ള വാഹനങ്ങൾ പോലും ഇല്ല. അങ്ങനെ ലോകം പ്രതിസന്ധിയിൽ പോകുമ്പോൾ പോലും ഒരു പ്രതിസന്ധിയുമില്ല. യുദ്ധം നടന്നിട്ട് പോലും ഇന്ധനത്തിനൊരു പ്രതിസന്ധി വരാതെ ഈ രാജ്യം പിടിച്ചു നിന്നെങ്കിൽ അത് ഈ ഭരിക്കുന്നവരുടെ മികവ് തന്നെയാണ്. അങ്ങനെ ഈ രാജ്യത്തെ ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഓരോ ദിവസവും കൊണ്ടുപോകുമ്പോൾ പ്രശ്നമില്ലാത്തത് കൊണ്ട് പ്രശ്നമുണ്ടാക്കാൻ വരുന്നതാണ് ഇവർ. അതാണ് CJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അക്രമ സമരത്തിനും ആ പ്രശ്നങ്ങൾ ഈ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അതിന് പരിഹാരമില്ല. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. അപ്പോൾ അതിനെന്താണ് പരിഹാരം? അതിനെന്താണ്? അടി ചെയ്യുന്ന ഉപകാരം അണ്ണൻ തമ്പി ചെയ്യൂല എന്ന് പറയുന്ന പോലെ നല്ല അടിയാണ് കൊടുക്കേണ്ടത്. അതല്ലാതെ വേറെ മാർഗ്ഗമില്ല. മിണ്ടാതെ നിന്ന് പോലീസിന് നേരെ കല്ലെറിയുക, വനിതാ പോലീസിനെ വളഞ്ഞിട്ടടിക്കുക, വനിതാ മാധ്യമപ്രവർത്തകരെ ഓട്ടിച്ചിട്ടടിക്കുക ഇത്യാദി പരിപാടികൾ ചെയ്യുന്ന ഈ കോക്രോച്ചുകളുണ്ടല്ലോ, ഇത് എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ കലാപകാരികളും വിധ്വംസ പ്രവർത്തകരും രാജ്യവിരുദ്ധരുമാണ്. അവരെ പിന്തുണയ്ക്കാൻ നടക്കുന്ന ഈ സെലിബ്രിറ്റികളുണ്ടല്ലോ അവർക്ക് അതിനേക്കാൾ വൃത്തികെട്ട മനസ്സാണെന്നുള്ളത് സന്തോഷ് പണ്ഡിറ്റ് കണക്റ്റിന് കൊടുത്തിട്ടുണ്ട്. സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും മാത്രമാണോ നിനക്കൊക്കെ ഈ പറയുന്ന രാഷ്ട്രീയ ബോധം ഉദിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കുന്നതിൽ പ്രധാനമായിട്ട് വെച്ചിരിക്കുന്ന മറ്റേ മോഹൻലാലിൻ്റെ മോളുണ്ടല്ലോ വിസ്മയ എന്ന് പറഞ്ഞിട്ട് അതിനോടാണ്. പിന്നെ അത് മാത്രവുമല്ല, ഇന്ദ്രജിത്ത്, ടൊവിനോ, ഈ പ്രധാനപ്പെട്ട നടിമാർ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് നടന്മാരും ഒക്കെ ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള വിധ്വംസക പരിപാടികൾ, രാജ്യവിരുദ്ധ പരിപാടികളൊക്കെ പറയുന്നത്. അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നത്. എന്ത് നീതിയാണ് ഇതിനുള്ളത്? എന്ത് ന്യായമാണ് ഈ സമരത്തിനുള്ളത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. പ്രശ്നം എന്താണെന്ന് പറയണം. ആ പ്രശ്നത്തിന് എന്ത് പരിഹാരമെന്ന് പറയണം. എങ്കിലേ ചർച്ചയ്ക്ക് സാധ്യതയുള്ളൂ. ഇവിടെ പ്രശ്നമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ സമരം എന്ന് പറയുന്നത് അനീതിക്കെതിരായ സമരമാണ്. എന്ത് അനീതി? അനീതി എന്താണെന്ന് പറയൂ. അത് പറയുന്നില്ലല്ലോ. എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളിവിടെ സമരം ഉണ്ടാക്കുന്നില്ലേ? സമരത്തിൻ്റെ പ്രശ്നം എന്താ? അത് പറയും, മറുപടി പറയും. അതില്ല അവരുടെ കയ്യിൽ. അങ്ങനെ ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അക്രമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് നീതി വേണം, ഞങ്ങൾക്ക് ന്യായം വേണം, ശരിയായ ഭരണകൂടമില്ല എന്നൊക്കെ എന്ത് ഭരണകൂടമില്ല എന്ന്? അസഹിഷ്ണുത മാത്രമാണിത്. ഒരു സംശയവുമില്ല. അസഹിഷ്ണുത മാത്രമാണ്. BJP വിരുദ്ധതയാണ്, ഇന്ത്യ വിരുദ്ധതയാണ്. ഇല്ലെങ്കിൽ ട്രെയിനിന് കല്ലെറിയാൻ പോവില്ല, ഇല്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിക്കില്ല. ഇത് തികഞ്ഞ അരാജകത്വം മാത്രമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.